ഒരു മേഖലയെയും അവഗണിക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയതെന്ന് ഇ ചന്ദ്രശേഖരൻ MLA പറഞ്ഞു. മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ഒരു മേഖലയെയും അവഗണിക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തിയതെന്നും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ജില്ലാ പഞ്ചായത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഫണ്ടുകളും മറ്റു പദ്ധതികളും എല്ലാം ചേർന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 200 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുണ്ടെന്നും ഇ ചന്ദ്രശേഖരൻ MLA പറഞ്ഞു. വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും ഭാവി പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനുമായി അജാനൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സദസ്സ് മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. 2016 ശേഷമുള്ള വർഷങ്ങളിൽ വികസന മേഖലയിൽ കുതിച്ചുചാട്ടമാണ് ഉണ്ടായതെന്നും സർക്കാരിന്റെ വികസന പദ്ധതികളിൽ ഭൂരിഭാഗവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവയാണെന്നും MLA കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള ഫണ്ടിൽ നിന്നും 60 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടന്നിട്ടുണ്ടെന്നും ആരോഗ്യ മേഖലയിലും സ്കൂളുകൾക്ക് ബസ്സും കെട്ടിടവും നൽകുവാനും പാലം നിർമ്മിക്കുവാനും തുടങ്ങി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ നേർസാക്ഷ്യം വികസന സദസ്സിൽ പങ്കെടുക്കാനെത്തിയ ജനം തിരിച്ചറിയുന്നുണ്ടെന്നും MLA പറഞ്ഞു. 5 വർഷക്കാലത്തിനിടയിൽ 200 കോടി രൂപയുടെ വികസന പ്രവർത്തനം നമുക്ക് പഴയകാലത്ത് ചിന്തിക്കാൻ കഴിയാത്തതാണ്. 10 കോടിയുടെ കാര്യങ്ങൾ പോലും 5 വർഷക്കണക്ക് നടപ്പാക്കാൻ കഴിയാതിരുന്ന കാലമാണ് പഴയത്. 1979-74 കാലത്ത് ആദ്യത്തെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 63 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത് 1979-ലാണ്. ആ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഒരു പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു ഞാൻ. ചെമ്മനാട് പഞ്ചായത്ത്. ആ കാലഘട്ടത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു വർഷം 5 വർഷത്തിനകം 10 കോടി പോകട്ടെ ഒരു 5 കോടി രൂപയുടെ പദ്ധതികൾ പോലും നടപ്പാക്കാൻ കഴിയുമായിരുന്നില്ല. ഗവൺമെന്റ് നാമമാത്രമായി നൽകുന്ന ഗ്രാന്റ് മാത്രമായിരുന്നു അന്ന് ആ പഞ്ചായത്തിന്റെ കയ്യിൽ നിന്നുള്ളത്. 10 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ സംഭാവനയെന്ന് മുഖ്യാതിഥി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. വികസനത്തിന്റെ കാര്യത്തിൽ ഭരണസമിതി മാതൃകയാണെന്നും സ്ത്രീകളുടെ മാനസിക ശാരീരിക ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ സ്ത്രീ ക്ലിനിക്കുകളും ഗ്രൂപ്പ് കൗൺസിലിംഗ് സെന്ററുകളും പഞ്ചായത്തിൽ കൊണ്ടുവരണമെന്നും പുതുതലമുറയെ കൂടി ഉൾപ്പെടുത്തി പുതിയ വികസന ആശയങ്ങൾ രൂപീകരിക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ആരോഗ്യ ഗ്രാമം പദ്ധതിയുടെ കൈപ്പുസ്തകവും പഞ്ചായത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടും ചടങ്ങിൽ ഇ ചന്ദ്രശേഖരൻ MLA പ്രകാശനം ചെയ്തു. ലൈഫ് ഭവന പദ്ധതിയുടെ താക്കോൽ ദാനവും നിർവഹിച്ചു. ഹരിത കർമ്മസേനാംഗങ്ങൾ MLAയിൽ നിന്ന് യൂണിഫോമുകൾ ഏറ്റുവാങ്ങി. സംസ്ഥാന കേരളോത്സവത്തിൽ മികച്ച ക്ലബിനുള്ള പുരസ്കാരം നേടിയ നെഹ്റു ബാലവേദി സർഗവേദി ഉപഹാരം ഏറ്റുവാങ്ങി. മണ്ണട്ട ഏക്കാൽ കുടിവെള്ള പദ്ധതിക്ക് സ്ഥലം സൗജന്യമായി നൽകിയ മാധവി അമ്മയെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷത വഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KH അനീഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NK വിജയൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഹ്മാൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MG പുഷ്പ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി T ഷൈജു നന്ദിയും പറഞ്ഞു. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഫോട്ടോ പ്രദർശനവും വിവിധ പ്രദർശന വിപണന സ്റ്റാളുകളും ഓപ്പൺ ഫോറവും കലാപരിപാടികളും വികസന സദസ്സിന്റെ മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.